ഇഷ്ടത്തോടെ ആഗ്രഹിക്കുക, യാത്രകൾ ആനന്ദമാക്കുക, കാഴ്ചകൾ അനുഭവങ്ങളാക്കുക, സന്തോഷം തേടി ദൂരങ്ങളിലേക്ക് യാത്ര പോവുക. ഞാൻ പറഞ്ഞതല്ലോ, ആരോ പറഞ്ഞു വെച്ച വരികളാണ്. യാത്രകൾ എന്നും നമുക്ക് സന്തോഷം നൽകുന്നവയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെന്ന ചോദ്യത്തിന് തീർച്ചയായും നമ്മൾ പലരുടെയും ആദ്യത്തെ ഉത്തരമെന്നത് മൂന്നാർ എന്നതാണ്. ഇടുക്കി ജില്ലയിലെ ഈ ഹൈ റേഞ്ച് ഡെസ്റ്റിനേഷനിൽ പഴങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരും ചന്ദനമരങ്ങൾ നിറഞ്ഞ മറയൂർ കാടുകളും താണ്ടി ചിന്നാർ കൊടുങ്കാട്ടിലൂടെ ഒരു യാത്ര. അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. രാവിലെ 4 മണിയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇപ്പൊ നമ്മൾ കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 പേര് കൂടി നമ്മുടെ യാത്രയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്രോൾ പമ്പിനടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് 2 കോഫിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അവര് വെയിറ്റ് ചെയ്തിരിക്കലാണ്. 5 മണിയായപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ട്. ഇക്കന്റെ ഫ്രണ്ട് അനീഷും വൈഫ് സ്മില്ലിയുമാണ് ഇന്ന് നമ്മുടെ കൂടൊപ്പം യാത്രയിലുള്ളത്. കോടമഞ്ഞാൽ മൂടപ്പെട്ട പ്രഭാതത്തിൽ ഇതുപോലെ ഇങ്ങനെ യാത്ര പോവാനായിട്ട് വല്ലാത്ത രസമാണ് കേട്ടോ. ഇതാണ് നീലമംഗലം ബ്രിഡ്ജ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ചിയപ്പാറ വാട്ടർഫോൾസ് ആണ്. ഇവിടെ നിന്ന് 14 കിലോമീറ്റേഴ്സ് ആണ് ചിയപ്പാറ വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. നമ്മൾ മൂന്നാറിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യരുത്. മാക്സിമം 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക. മൂന്നാറിനെ സംബന്ധിച്ച് 5 ദിവസം സ്റ്റേ ചെയ്താലും കാണാനുള്ള കാഴ്ചകൾ അവിടെയുണ്ട്. മൂന്നാറിലെ കാഴ്ചകൾ പ്രധാനമായും 3 ഭാഗത്തേക്കാണുള്ളത്. മറയൂർ ചിന്നാർ ഭാഗത്തേക്ക് ഒരു റൂട്ട്, മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് സ്റ്റേഷൻ വട്ടവട ഒരു റൂട്ട്, ഗ്യാപ് റോഡ് ആനയിറങ്ങൽ ഡാം തേക്കടിയിലേക്ക് 3ാമത്തെ റൂട്ട്. ചിയപ്പാറ വാട്ടർഫോൾസ് നിങ്ങൾക്കറിയാം, ചാർലി എന്ന സിനിമയിലൂടെ വളരെയധികം ഫേമസ് ആയ ഒരു വാട്ടർഫോൾസ് ആണ്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് ആ വാട്ടർഫോൾസിന്റെ ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു മാർച്ച് സമയത്താണ്. ആ ഒരു സമയത്ത് അവിടെ തീരെ വെള്ളമില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ. ചിയപ്പാറ വാട്ടർഫോൾസിൽ നിന്നും നമ്മൾ പോകുന്നത് വള്ളറ വാട്ടർഫോൾസിലേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം 1.7 കിലോമീറ്റേഴ്സ് ആണ് അങ്ങോട്ടുള്ള ദൂരം. വാട്ടർഫോൾസ് എല്ലാം മഴക്കാലത്താണ് കാണാൻ കൂടുതൽ ഭംഗി. അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പൊ ഇതാ റോഡ് സൈഡിൽ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി ഇവിടെ കണ്ടൊരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളിടയിലൂടെ ഒരു റോഡ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു മുകളിലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കുരിശ് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ ഒരു കുരിശ് നമ്മൾ ഈ ഒരു സ്പോട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് ഈ സ്പോട്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ക്യാൻവാസിൽ വരച്ചു വെച്ചതുപോലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇന്ന് നമ്മൾ ഇവിടെ കയറുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇന്നത്തെ ട്രിപ്പില് നമുക്ക് കുറച്ച് ടൈം ലിമിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. ഇതിനു മുൻപ് ഒരു തവണ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാർക്കിൽ നമ്മൾ കയറുന്ന സമയത്ത് അവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, സൺഡേസിലാണെങ്കിൽ നല്ല ക്യൂ കാണാൻ സാധ്യതയുണ്ട്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബസ് അവൈലബിൾ ആണ്. ആ ഒരു ബസ്സിൽ കയറി നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ടോപ്പിലെത്താൻ സാധിക്കും. പോകുന്ന വഴിയിൽ നമുക്ക് കണ്ണൻദേവൻ ഹിൽസ് ഒക്കെ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 കിലോമീറ്റേഴ്സ് നടക്കുന്ന വഴിയിൽ നമുക്ക് നീലക്കുരുന്നി പൂക്കുന്ന രാജമല കാണാൻ സാധിക്കും. രാവിലെ ഒരു 8 o'clock ഈ ഒരു പാർക്ക് ഓപ്പണിംഗ് ആണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരയാടുകളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു 1 hour നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബസ്സിൽ തന്നെ നമുക്ക് റിട്ടേൺ നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിന്റെ അവിടെ വന്നെത്താം. ഇപ്പൊ നമ്മൾ ഏതാണ്ട് 5500 എബവ് സീ ലെവൽ ആണ് നിൽക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ടീ ഫാക്ടറീസ് ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് അതുപോലൊരു ഫാക്ടറിയാണ്. അപ്പൊ നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങൾ വന്ന റൂട്ടില് റെസ്റ്റോറൻറ്റ്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ റൂട്ടാണ്. മറഞ്ഞിരിക്കുന്ന മറയൂർ നമ്മളെ വളരെയധികം കൊതിപ്പിക്കുന്ന നാടാണ്. മറയൂർ എന്നാൽ മറഞ്ഞിരിക്കുന്ന നാട് എന്നാണ് അർത്ഥം. ഇങ്ങനെ ഈ ഒരു നാടിന് പേര് കിട്ടുന്നതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. പണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ സേനയിലെ മറവർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാടുകളിൽ മറഞ്ഞിരുന്ന വഴിപോക്കരെ കൊള്ളയടിക്കുമായിരുന്നു. അവരുടെ ആധിപത്യ പ്രദേശമായിരുന്ന ഇവിടം അങ്ങനെ മറവരുടെ ഊരിൽ നിന്നോ മറഞ്ഞിരിക്കുന്നവരുടെ ഊരിൽ നിന്നോ ആണ് മറയൂരിന് ഈ പേര് ലഭിക്കുന്നത്. മഞ്ഞ് പെയ്യുന്ന രാവും മനോഹരമായ കാലാവസ്ഥയുമാണ് ഈ പ്രദേശത്തെ പ്രിയങ്കരമാക്കുന്നത്. മൂന്നാറിൽ നിന്നും 42 കിലോമീറ്റർ അകലെയാണെങ്കിലും ഇവിടത്തെ കാലാവസ്ഥ മൂന്നാറുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മൂന്നാറിലെ അതേ കുളിർമയും മഞ്ഞും പച്ചപ്പും എല്ലാം നമുക്ക് ഇവിടെയും അനുഭവിക്കാൻ സാധിക്കും. മറയൂർ പോകുന്ന വഴിക്ക് നിറയെ തേയിലത്തോട്ടങ്ങളാണ്. കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന മലകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മലകളെല്ലാം പച്ച വിരിച്ചു നിൽക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ മറയൂർ സാൻഡൽവുഡ് ഡിവിഷൻ കടന്നിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന നിലവാരമുള്ള ചന്ദനത്തടികൾ തന്നെയാണ് മറയൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർക്കാരിന്റെ അധീനതയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മറയൂർ ചന്ദനക്കാടിന്റെ ഇടയിലൂടെ പോകുന്ന റോഡിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല എന്ന് എഴുതിയിട്ടുള്ള ബോർഡുകൾ ഇവിടെ പലയിടത്തും കാണാം. വഴിയുടെ ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തോട്ടങ്ങൾ നൽകുന്ന തണലും കുളിർമയും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനക്കോട്ട പാർക്ക് അല്ലെങ്കിൽ മുനിയറ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആനക്കോട്ടപ്പാറ പാർക്ക്. ഇവിടെയാണ് മുനിയറകൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്.
AD 200-നും BC 1000-നും മധ്യേ റയൂരിലെ താഴ്വരയിൽ നിലനിന്നിരുന്ന മനുഷ്യ സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് മുനിയറകളും ഗുഹാചിത്രങ്ങളും. ചരിത്രപ്രേമികളെ ഇവിടേക്ക് മറയൂരിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണം കൂടിയാണ് ചരിത്രാതീതമായ കാലത്തെ മുനിയറകൾ. മറയൂരിലെ മൊട്ടക്കുന്നുകളുടെ മുകളിൽ കാണപ്പെടുന്ന മുനിയറകൾ ശവക്കല്ലറകളായിരുന്നു എന്നും ഇവിടെ മുനിമാർ തപസ് ചെയ്തിരുന്ന ഇടമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇവിടെ 1350-ലേറെ മുനിയറകൾ ഉണ്ടായിരുന്നുവെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ 625 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. മഹാഏഷ്യായൂർ കാലത്തെ ഗോത്ര തലവന്മാരെ സംസ്കരിച്ച സ്ഥലമാണ് ഈ മുനിയറകൾ. ഈ മുനിയറകളൊന്നും ശവശരീരങ്ങൾ നേരിട്ട് സംസ്കരിച്ച സ്ഥലങ്ങളല്ല. അവയുടെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന രണ്ടാം ഘട്ട സ്മൃതി കുടീരങ്ങളാണ്. മുനിയറയെ പഴുതറ, പാണ്ഡ്യൻ പേര് എന്നീ പേരുകളിലൊക്കെ വിളിക്കാറുണ്ട്. BC 1000-നും AD 500-നും ഇടയിലാണ് ഇതിന്റെ നിർമ്മിതി എന്നാണ് ചരിത്ര പണ്ഡിതർ പറയുന്നത്. ഈ മലമുകളിലെ കുരിശാണ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മറയൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണം മറയൂർ ശർക്കരയുടേതാണ്. മറയൂർ ശർക്കരയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളും രുചിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. തവിട്ട് നിറത്തിൽ നല്ല മധുരത്തോടു കൂടിയാണ് ഇതുള്ളത്. മറയൂരിൽ ഒരുപാട് ശർക്കര ഫാക്ടറികൾ കാണാൻ സാധിക്കും. ഇന്നത്തെ സമയപരിധി മൂലം നമുക്ക് അവിടെയൊന്നും സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നടത്തുന്ന 180 ഏക്കറോളം കരിമീൻ കൃഷിയിൽ നിന്നാണ് മറയൂർ ശർക്കരയ്ക്ക് വേണ്ടിയുള്ള കരിമ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് മറയൂർ ശർക്കര ഫാക്ടറി ഒന്നും സന്ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന മറയൂർ ശർക്കരയും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കാന്തല്ലൂരിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ ഒരു തോട്ടത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വളരെ താഴത്തേക്കുള്ള ഒരു ഇറക്കമാണ്. ആ ഒരു ഇറക്കം എന്ന് പറയുന്നത് ക്ലിയർ റോഡൊന്നും അല്ല, കുറച്ച് റിസ്കി ആയിട്ടുള്ള വേണം നമ്മൾ അവിടെ എത്തിച്ചേരാനായിട്ട്. ഇവിടെ നമ്മൾ കയറുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് 12 ഏക്കർ വരുന്ന ഒരു ഫാമാണ്. ഇവിടുത്തെ ഈ ഒരു കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ട്രോബെറിയുടെ പ്ലാന്റേഷൻ ഫാമാണിത്. ഇവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് കൃഷി കാണാനും മനസ്സിലാക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പ്യൂർലി ഓർഗാനിക് ആയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. തൈ നട്ട് 1-ാം മാസം മുതൽ 6-ാം മാസം വരെ വിളവെടുക്കാൻ കഴിയും. 5 മാസം കൊണ്ട് ഒരു ചെടിയിൽ നിന്ന് 2 കിലോ സ്ട്രോബെറി പഴങ്ങൾ വരെ ലഭിക്കും. സ്വീറ്റ് ചാർലി വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ് കാന്തല്ലൂരിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇത് ഏകദേശം 3 മാസം പ്രായമുള്ള പ്ലാന്റ് ആണ്. ഈ ചവിട്ടുപാതയുടെ 2 വശങ്ങളിലും കൃഷിയാണ്. അതിനുശേഷം ചവിട്ടുപാത ഇറങ്ങി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ടെന്റ് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഒരു ടെന്റില് സ്റ്റേയും അതുപോലെ തന്നെ ഫുഡും അവൈലബിൾ ആണ്. ഇതിപ്പോ ടെന്റിന് മുൻവശത്തുള്ള ഒരു ഊഞ്ഞാലയാണ് കേട്ടോ. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനായി ഓലമേന ഒരു ഇരിപ്പിടവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സ് ഗാർഡനിൽ എത്തിച്ചേരാൻ സാധിക്കും. കേരളത്തിലെ കാശ്മീർ അല്ലെങ്കിൽ മൂന്നാറിന്റെ പഴക്കോട എന്നൊക്കെ അറിയപ്പെടുന്ന കാന്തല്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡനിലാണ്. ഇവിടെ കയറുന്ന സമയത്ത് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായി പൂവിട്ട് നിൽക്കുന്നത് കാണാം.
ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ ഇരുവശങ്ങളിലായി ഭംഗിയുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റ് കെട്ടി അതിനകത്ത് വളർത്തിയിരിക്കുന്നത് ബ്ലാക്ക്ബെറിയാണ്. ഇത് സ്ട്രോബെറി പ്ലാന്റ് ആണ്. ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന കണ്ടില്ലേ? ഒക്ടോബർ ലാസ്റ്റ് മുതൽ ജാനുവരി 1 വരെയാണ് ഓറഞ്ചിന്റെ സീസൺ ടൈം. ഇതാണ് പാഷൻ ഫ്രൂട്ടിന്റെ ട്രീ. കുറച്ചുണ്ടായിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ. ഇത് മാതള നാരങ്ങ അല്ലെങ്കിൽ പൊമോഗ്രാനൈറ്റിന്റെ മരമാണ് കേട്ടോ. ജൂലൈ ടു സെപ്റ്റംബർ ആണ് ഇതിന്റെ സീസൺ ടൈം. ആപ്പിൾ, സവർജൽ ഇതിന്റെയൊക്കെ ഒരു സീസൺ ടൈം എന്ന് പറയുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് ആണ്. ഇത് സവർജൽ എന്ന ഫ്രൂട്ടിന്റെ പൂവാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഈ ഒരു ഫ്ലവറിന്. ഈ ആർത്ത് പിടിച്ചിരിക്കുന്നത് പ്ലംസിന്റെ ചെടിയാണ് കേട്ടോ. ഏപ്രിൽ പകുതിയോടുകൂടിയാണ് പ്ലംസിന്റെ സീസൺ ടൈം. അനുവാദമില്ലാതെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒന്നും തൊടാനോ പറിക്കാനോ പാടില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ കുമ്മായി പൊടികൾ വിതറി കൊടുത്തിട്ടുണ്ട്. അണുനശീകരണത്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. വേപ്പിൻ പിണ്ണാക്കും ചാണകവുമാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാന വളം. അങ്ങനെ മണിച്ചേട്ടനോട് താങ്ക്സ് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങലാണ്. പോകുന്ന വഴിയില് ഒരു പാലം കണ്ടോ, കരിമുട്ടി പാലം 2. ഇവിടെ തന്നെയായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്, കരിമുട്ടി വെള്ളച്ചാട്ടം. ഇത് റോഡ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമുക്ക് വെള്ളച്ചാട്ടം അടുത്തു നിന്ന് കാണാനും ആസ്വദിക്കാനും ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ സാധിക്കും. ഇവിടെ നക്ഷത്രാമയുടെ വലിയൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കേരളത്തിൽ നക്ഷത്രാമകൾ കൂടുതലായി കാണുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മാത്രമാണ്. മാത്രമല്ല ഇവിടെ എക്കോ ഷോപ്പും ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുവാന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇതാ നമ്മളിപ്പോ ചിന്നാറിലോട്ട് കയറിയിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. മാത്രമല്ല ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് ഇവിടം. പുൽമേടുകളും മുൾക്കാടുകളും ചോലവനങ്ങളും ചതുപ്പും നിറഞ്ഞ ചിന്നാർ വംശനാശ ഭീഷണി നേരിടുന്ന ചാമൽ മലയണ്ണാന്റെയും നക്ഷത്രാമ്പുകളുടെയും വാസസ്ഥലം കൂടിയാണ്. ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ചിന്നാർ വനത്തിനുള്ളിൽ പാമ്പാറിലുള്ള ആകർഷകമായ വെള്ളച്ചാട്ടമാണ് തൂവാനം. ആലാമെട്ടി എക്കോ ഷോപ്പിൽ നിന്നും 3.5 കിലോമീറ്റർ വനത്തിനുള്ളിൽ കൂടി ഒച്ചേരി പാതയിലൂടെ ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കും. 2 ചെറു പുഴകളൊക്കെ കടന്നു വേണം നമ്മൾ ഇവിടെ എത്തിച്ചേരാൻ. ചിന്നാർ പുഴയും പമ്പാർ പുഴയും തമിഴ്നാട് കേരള അതിർത്തിയിൽ സംഗമിക്കുന്ന സ്ഥലമാണ് കുട്ടാർ. ചിന്നാർ ചെക്ക് പോസ്റ്റിൽ നിന്നും 3 കിലോമീറ്റർ നടന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ പേടിക്കാനൊന്നുമില്ല, കാരണം സഞ്ചാരികൾക്ക് എപ്പോഴും സുരക്ഷ ഒരുക്കിക്കൊണ്ട് ട്രക്കേഴ്സ് കൂടെ കാണും. എല്ലാം കൊണ്ടും ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പറ്റുവാണെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കുക.
റോഡിന്റെ ഇരുവശവും കൊടും കാടായതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഏത് നിമിഷവും റോഡിലെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മള് ആനമല ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് ബോർഡറാണ്. അങ്ങനെ മനസ്സിലൊരു ചെറിയ ഭയമൊക്കെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റൂട്ടാണ് ചിന്നാർ റൂട്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നമുക്ക് 2 പുള്ളിമാനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പുള്ളിമാനെ കണ്ടതോടുകൂടി തന്നെ നമ്മൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി കാടിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നറിയാൻ. അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് ദൂരെ നിന്നുള്ള ഒരു പിക്ചറാണ് കേട്ടോ ഇത്. നമ്മൾ ഒരുപാട് സൂം ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു കൂട്ടം ആനകളെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടത് മനോഹരം, കാണാത്ത അതിമനോഹരം എന്നാണല്ലോ. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറെ ചിത്രങ്ങളും ഓർമ്മകളുമാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായി ഈ യാത്ര ഇവിടെ അവസാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂട്ടുകളും അവിടുത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.